നമസ്കാരം. നമുക്ക് ആഹാരത്തിലൂടെ മാത്രം കിട്ടുന്നത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കാത്തതുമായിട്ടുള്ള ഒരു വൈറ്റമിൻ ഉണ്ട്. ശരീരത്തിൻ്റെ ഒരുവിധം പ്രവർത്തനങ്ങൾക്ക്, നാഡീവ്യൂഹത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ ചിലർക്കൊക്കെ മുടി കൊഴിച്ചിൽ അമിതമായിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ വൈറ്റമിനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യൂ എന്ന് പറയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ബോധവാന്മാരാവുന്നത്. ആ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12 കൊബാലമിൻ എന്ന് പറയുന്നത്. ഇത് ശരീരത്തിൽ ഒരുപാടേറെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായിട്ടുള്ളതാണ്. ചെറുപ്പക്കാരിൽ പോലും ഏർലി അതിറോസ്ക്ലിറോസിസ് തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻ, അതായത് പെട്ടെന്ന് സ്ട്രോക്ക് വരിക, ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരിക, രക്തയോട്ടക്കുറവ് വരിക ശരീരത്തിൽ, ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് വരെ ഈ വൈറ്റമിൻ B12 കാരണമാകാറുണ്ട്. ഇപ്പോഴും നമ്മൾ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും ഒക്കെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആണെങ്കിലും അറിയുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു വൈറ്റമിൻ B12 അത്ര തന്നെ ശ്രദ്ധിച്ച് കാണില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ കൂടുതലും നമ്മൾ ഹെയർ കെയറിൽ മുടി അമിതമായിട്ട് കൊഴിഞ്ഞു പോകുന്നു എന്നുള്ള കാരണത്തിലൊക്കെ ഫെറിറ്റിനും സിങ്കും അയണും ഒക്കെ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു വൈറ്റമിനെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം അതിന് മാത്രമല്ല ഈ വൈറ്റമിൻ B12 എന്നുള്ളത്, ഇത് നമുക്ക് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ചില ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് കൂടുതലും നമുക്കിത് ലഭ്യമാകുന്നത്. എസ്പെഷ്യലി ഇത് നോൺ വെജിറ്റേറിയൻസിലാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണാത്തത്. എന്നാൽ വെജിറ്റേറിയൻസിൽ ഇത് കിട്ടുന്നതിൻ്റെ സോഴ്സ് വളരെ കുറവാണ്. ആയതിനാൽ തന്നെ അവരിൽ ഈ ഒരു വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കിട്ടുന്ന എവിടെ നിന്നൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ഇത് ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതൊന്ന് നോക്കാം. ഇത് എപ്പോഴും തന്നെ മീറ്റിൽ, അത് ചിക്കൻ ആയാലും മട്ടന്, ബീഫ് തുടങ്ങിയിട്ടുള്ള അത്തരം മീറ്റ് വിഭാഗത്തിലുള്ള എല്ലാത്തിൽ നിന്നും നമുക്കിത് ലഭ്യമാണ്. അതുപോലെ മുട്ട, അതുപോലെ ഫിഷ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വൈറ്റമിൻ B12 കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറി പ്രോഡക്ട്സിൽ, പ്രത്യേകിച്ചും പാല്, തൈര്, ബാക്കിയുള്ള ചീസ്, അതുപോലെ ബട്ടർ, ഇനി അത് മാത്രമല്ല നമുക്ക് പനീർ രൂപത്തിൽ അങ്ങനെയൊക്കെ തന്നെ ഡയറി പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു വൈറ്റമിൻ B12 കിട്ടുന്നുണ്ട്. അതിന് പുറമെ ചില പയറ് വർഗ്ഗങ്ങളിൽ നിന്ന് അത് വളരെ ഒരു കുറഞ്ഞ എമൗണ്ടിലേ കിട്ടുന്നുള്ളൂ. ഒരു 99.9% നമുക്ക് കിട്ടുന്നത് ഇത് നോൺ വെജിറ്റേറിയൻസിനാണ്. കൂണ്, ബീട്രൂട്ട്, കറുത്ത എള്ള്, റാഗി അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് അല്ലാത്ത സോഴ്സായിട്ട് വൈറ്റമിൻ B12 കിട്ടാൻ സാധ്യതയുള്ള ചില ഫുഡ് ഐറ്റംസ് ആണ്. ഈ വൈറ്റമിൻ B12 തന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസിനെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈറ്റമിൻ B12 കുറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണപ്പെടുന്ന ഒന്നാണ് വിളർച്ച, അതുപോലെ HB കൗണ്ട് കുറയുക. അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് HB കൗണ്ട് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതല്ലെങ്കിൽ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ദേഹം മുഴുവൻ ഒരു വിളർച്ച പോലെ അനുഭവപ്പെടാം. ഒട്ടും ആ ഒരു സർക്കുലേഷൻ നടക്കാത്ത രീതിയിലുള്ള ആ ഒരു അപ്പിയറൻസ് ആയിരിക്കും ബോഡിക്ക് ഉണ്ടായിരിക്കുക. നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തിനായാലും അല്ലെങ്കിൽ DNA സിന്തസിസിനായാലും ബോഡിക്ക് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടായാലും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ശരീരത്തിൽ പലപ്പോഴും കൈയിനും കാലിനും ഒക്കെ തരിപ്പ്, മരവിപ്പൊക്കെ അനുഭവപ്പെടും. പിന്നെ പലപ്പോഴും നമുക്ക് അമിതമായിട്ടുള്ള തലവേദന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് ഒന്നുകിൽ സയനറ്റിക് ഇഷ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു മൈഗ്രെയിൻ ഇഷ്യൂ ആയിട്ടോ ഒക്കെ തന്നെയാണ് കാണാറുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വൈറ്റമിൻ B12 ഒരു ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് കഴിയുന്നതും ആരും തന്നെ അത്ര തന്നെ പ്രിഫർ ചെയ്യാറില്ല. പക്ഷേ അതും കൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു തലവേദന, തലപെരുപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ ഈ ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് നമുക്ക് കയ്യിൽ തൊട്ടാൽ പോലും ആ സർക്കുലേഷൻ ശരിയായിട്ട് നടക്കാത്തത് കൊണ്ട്, ഓക്സിജൻ സപ്ലൈ ഇല്ലാത്തത് കൊണ്ട് കൈക്കൊക്കെ ഒരു മരവിപ്പ്, പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചൂടുള്ള സാധനമാണെങ്കിൽ പോലും തൊട്ടാൽ നമുക്ക് അതിൻ്റെ ഒരു സെൻസേഷൻ കിട്ടില്ല. ആ ഒരു ചൂട് കയ്യിന് അറിയാൻ സാധിക്കാണ്ട് വരിക, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് തോന്നാതെ വരിക. ഇങ്ങനെയുള്ള അവസ്ഥ, നുള്ളിക്കഴിഞ്ഞാലോ തൊട്ട് കഴിഞ്ഞാലോ ഒക്കെ മരച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ
അതൊരു ഡയബറ്റിക് പേഴ്സണും കൂടി ആണെങ്കിൽ നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ സിംറ്റംസ് ആണെന്ന് പറഞ്ഞിട്ട് അത് ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാറുണ്ട്. അങ്ങനെയോ അല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വൈറ്റമിൻ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള പല സിംറ്റംസും കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡയബറ്റിക് കേസിലൊക്കെ കൊടുക്കുന്ന മെഡ്ഫോർമിൻ്റെ ഉപയോഗം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നവരാണെങ്കിൽ ഈ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ചെറിയ രീതിയിൽ കുറയ്ക്കുന്നു എന്നുള്ളതും പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ പ്രായം എത്തുന്നതിന് മുൻപേ ആയാലും പ്രായം ഒരു പ്രായം എത്തിയതിന് ശേഷമായാലും ഒക്കെ തന്നെ കുട്ടികളിൽ പോലും ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറുപ്പക്കാരിലാണെങ്കിൽ പോലും അവരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പം നിസാരമായ കാര്യങ്ങൾ മറന്നു പോവുക, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കൂടുതൽ ആങ്ഷ്യസ് ആയിട്ടിരിക്കുക, ആങ്ഷൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ, കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതുപോലെ അമിതമായിട്ട് മുടി കൊഴിയുന്ന ഒരു കാരണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വൈറ്റമിൻ B12 കുറഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് എല്ലാ മറവിയും എല്ലാ പ്രശ്നങ്ങളും ഒരു ഡിമെൻഷ്യ കാറ്റഗറിയിലോ അല്ലെങ്കിൽ അൽഷിമേഴ്സ് കാറ്റഗറിയിലോ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഇതുപോലുള്ള ചില മരുന്ന് കഴിച്ചാൽ മാറ്റാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇത്തരം വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാവുക എന്നുള്ളതും ഇതിൻ്റെ ഒരു സിംറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാലൻസ് തെറ്റിപ്പോവുക. അതൊന്നുകിൽ ഈ പറഞ്ഞതുപോലെ HB കൗണ്ട് കുറഞ്ഞത് കാരണം ഒക്കെ തന്നെ സംഭവിക്കാം. അതും അല്ലെങ്കിൽ ചെവിയിൽ എപ്പോഴും ഒരു മൂളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വായ്ക്കകത്തൊക്കെ തന്നെ പുണ്ണ് പോലെ അനുഭവപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ നാവിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ വായയുടെ ഉൾവശവും എല്ലാം തന്നെ കുറച്ച് റെഡിഷ് ആയിട്ട് കുറച്ച് പൊങ്ങി വീർത്തിരിക്കുന്നത് പോലെ വളരെ സെൻസിറ്റീവായിട്ട് നമുക്ക് നാവ് കൊണ്ട് തൊട്ടാൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്രതലമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഫുഡ് കഴിക്കുന്ന സമയത്തായാലും പെട്ടെന്ന് എരിവിനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതും എരിവ് കഴിക്കാൻ പറ്റാതെ വരുന്നതും ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇതുപോലുള്ള വൈറ്റമിൻ്റെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമായിരിക്കും, ടോയ്ലറ്റിൽ പോകാൻ സാധിക്കാണ്ട് വരും ഒരുപാട് നാൾ, ഇത് തുടർച്ചയായിട്ട് വരും. അല്ലെങ്കിൽ ചിലവർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ ആയിട്ട് കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചിലർക്കൊക്കെ തന്നെ ഈ ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഉരുണ്ട മറിയുന്നത് പോലെ എന്നുള്ളതൊക്കെയാണ് പേഷ്യൻസ് അതിനെ കോമൺ ആയിട്ട് പറയാറുള്ളത്. അങ്ങനെ എന്തൊക്കെയോ വൈറൽ ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുക, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും വിശപ്പ് ശരിയായ രീതിയിലല്ലാണ്ട് ഇരിക്കുക, അങ്ങനെയുള്ള ഒരുപാടേറെ വയറ് സംബന്ധമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ അനാവശ്യമായിട്ട് കഴിക്കുന്ന ചില മരുന്നുകളുണ്ടല്ലോ, നമ്മൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനൊക്കെ വന്നാൽ ഡോക്ടറെ കാണാതെ തന്നെ നമ്മുടെ സ്വന്തം പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതൊക്കെ നിർത്തലാക്കുക. ആവശ്യമുള്ള മരുന്നുകൾ മാത്രം കഴിക്കുക. ഒരു മരുന്നും ഒരു പരിധിയിൽ കൂടുതൽ ഒരുപാട് നാൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടു എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ടെസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് കൺസൾട്ട് ചെയ്യുന്നതൊക്കെ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് നിസാരമായിട്ട് തള്ളിക്കളയേണ്ട ഒന്നല്ല. ചില ലക്ഷണങ്ങളൊക്കെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് ഭാവിയിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല കേസായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ആഹാരത്തിൽ നിന്ന് ഏതൊക്കെ ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടു കഴിഞ്ഞാലും മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.